ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ അതിന്റെ 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ അത് കേവലം ഒരു പരേഡിന്റെയോ ആകാശത്തെ വർണ്ണ കാഴ്ചകളുടെയോ മാത്രം ആഘോഷമല്ല, മറിച്ച് വൈവിധ്യങ്ങൾക്കിടയിലും നാം കാത്തു സൂക്ഷിക്കുന്ന ഐക്യത്തിന്റെയും പരമാധികാരത്തിന്റെയും വിളംബരമാണ്. ഡൽഹിയിലെ കർത്തവ്യ പഥിൽ സൈനികർ ചുവടുവെക്കുമ്പോൾ ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ അഭിമാനം നിറയുന്നത് നാം സ്വയം നിർമ്മിച്ച ഒരു നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ അണിനിരക്കുന്നു എന്ന തിരിച്ചറിവിലൂടെയാണ്. 1947 ഓഗസ്റ്റ് 15-ന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചെങ്കിലും ഭാരതം ഒരു പൂർണ്ണ പരമാധികാര റിപ്പബ്ലിക്കായി മാറിയത് 1950 ജനുവരി 26-നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ജനുവരി 26 എന്ന തീയതി തന്നെ റിപ്പബ്ലിക് ദിനത്തിനായി തെരഞ്ഞെടുത്തത് എന്നതിന് പിന്നിൽ ഉജ്ജ്വലമായ ഒരു സമര ചരിത്രമുണ്ട്. 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ പൂർണ്ണ സ്വരാജ് അഥവാ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടു. ഇതിന്റെ ഭാഗമായി 1930 ജനുവരി 26-ന് ഇന്ത്യയിൽ ഉടനീളം ആദ്യമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. 1947-ൽ യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ചരിത്ര പ്രാധാന്യമായ ആ ജനുവരി 26-നോടുള്ള ബഹുമാന സൂചകമായാണ് 1950-ൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതും ഭാരതം ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടതും. ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണെന്നും പാരമ്പര്യമായി ലഭിക്കുന്ന അധികാരത്തിന് പകരം ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഭരണ സംവിധാനം വേണമെന്നുള്ള ഉറച്ച പ്രഖ്യാപനവുമായിരുന്നു അത്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന രൂപപ്പെടുത്തിയെടുക്കുന്നത് ലളിതമായ ഒരു ദൗത്യമായിരുന്നില്ല. 299 അംഗങ്ങളുള്ള ഭരണഘടന നിർമ്മാണ സഭ ഏകദേശം 2 വർഷം 11 മാസം 18 ദിവസങ്ങൾ എടുത്താണ് ഈ മഹത് ഗ്രന്ഥം പൂർത്തിയാക്കിയത്. ഡോക്ടർ BR അംബേദ്കർ എന്ന മഹാപ്രതിഭയുടെ ദീർഘവീക്ഷണവും സഭയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഇതിന് കരുത്തേകി. സർദാർ വല്ലഭായ് പട്ടേൽ ചിതറിക്കിടന്ന നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വിശാലമായ ഒരു ജനാധിപത്യ ഭൂപടം നമുക്ക് ലഭിക്കുകയില്ലായിരുന്നു. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈസാദയാണ്. ഏതൊരു പ്രതിഫലവും വാങ്ങാതെ 6 മാസം എടുത്താണ് ഇദ്ദേഹം ഇറ്റാലിക് ശൈലിയിൽ ഇത് എഴുതി തീർത്തത്. ഓരോ പേജിലും ശാന്തിനികേതനിലെ കലാകാരന്മാർ തീർത്ത ചിത്രങ്ങൾ ഭാരതീയ സംസ്കാരത്തിന്റെ അടയാളങ്ങളാണ്. ഭരണഘടന നിർമ്മാണത്തിൽ 15 വനിതകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് ചരിത്രത്തിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത കാര്യമാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെയും തുല്യതയുടെയും അടിത്തറ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതിൽ മലയാളികൾക്ക് എന്നെന്നും അഭിമാനിക്കാവുന്ന പേരാണ് ദാക്ഷായണി വേലായുധൻ. ഭരണഘടന നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിതയായിരുന്നു ഇവർ. ഇവരെ കൂടാതെ അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ എന്നീ മലയാളി വനിതകളും ഈ സഭയിൽ അംഗങ്ങളായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദം ഭരണഘടനയിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഇവർ ഉറപ്പുവരുത്തി. റിപ്പബ്ലിക് ദിന പരേഡ് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കലകളെയും സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക വൈവിധ്യത്തെയും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. നാരി ശക്തി എന്ന പ്രമേയത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഇന്ന് പരേഡുകളിൽ വലിയ തോതിൽ ദൃശ്യമാണ്. 2026-ലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ വികസിത് ഭാരത്, ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് എന്നീ പ്രധാന ആശയങ്ങളെ മുൻനിർത്തിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ വന്ദേ മാതരം, ആത്മനിർഭർ ഭാരത് എന്നീ പ്രമേയങ്ങളും ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് കരുത്തേകുന്നുണ്ട്. ജനുവരി 26-ന് തുടങ്ങുന്ന ഈ ഔദ്യോഗിക ആഘോഷങ്ങൾ അവസാനിക്കുന്നത് ജനുവരി 29-ന് നടക്കുന്ന ബീറ്റിംഗ് റീട്രീറ്റ് ചടങ്ങോടെയാണ്. സൈനിക ബാൻഡുകളോടെ താളത്തിനൊത്ത് രാഷ്ട്രപതി മടങ്ങുന്ന ഈ ചടങ്ങ് രാജ്യത്തിന്റെ അച്ചടക്കത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും പ്രതീകമാണ്. ചുരുക്കത്തിൽ റിപ്പബ്ലിക് ദിനം എന്നത് കേവലം ഒരു അവധി ദിവസമല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും ഒരു രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ജാതിക്കും മതത്തിനും വർണ്ണത്തിനും അതീതമായി നമ്മൾ ഭാരതീയർ എന്ന വികാരം നമ്മെ ഒന്നിപ്പിക്കുന്നത് നമ്മുടെ ഭരണഘടനയിലൂടെയാണ്. ലോകം വിസ്മയത്തോടെ നോക്കി നിൽക്കുന്ന ഈ ജനാധിപത്യ സംവിധാനം സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയും കൂടിയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. ജയ് ഹിന്ദ്.